കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ വിവാഹമൊക്കെ കഴിച്ചേ? തീർച്ചയായിട്ടും. പ്രിയ ദേവദാസിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമില്ലേ? 100%. അതിന് മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ കാഴ്ച പോകുമ്പോഴാണ് എൻ്റെ പെങ്ങള് ജനിക്കണേ, ഈ ലോകത്തോട്ട് വരുന്നത്. എൻ്റെ മമ്മി വേറെ ഹോസ്പിറ്റല്, ഞാൻ വേറെ ഹോസ്പിറ്റല്. സത്യത്തിൽ ആദ്യത്തെ ആഗ്രഹം എൻ്റെ പെങ്ങളെ കാണണമെന്ന്, രണ്ടാമത് എൻ്റെ അമ്മ, മൂന്നാമത് എൻ്റെ ലൈഫ് പാർട്ട്ണർ. കാരണം അപ്പം ചോദിക്കും വൈഫിനെല്ലാം ആദ്യം അല്ല, ക്രമത്തിന് എൻ്റെ അനിയത്തെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സെക്കൻഡ് എൻ്റെ അമ്മ. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സ്നേഹിക്കുന്ന, കൊണ്ട് നടക്കുന്ന. ഇപ്പോഴും എന്നെ അത് പറയുമ്പോൾ ഞാൻ ഇമോഷണലായി പോകും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് ദൈവം അത് ചെയ്യട്ടെ. പ്രിയ ദേവദാസി, ആ വാക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ദേവദാസി ആ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. സഹോദരങ്ങളെ കാണണം അല്ലേ? ജനിപ്പിച്ച മാതാപിതാക്കളെ കാണണം, കൂട്ടുകാരെ കാണണം, ഇന്നും കരം പിടിച്ച് നടത്തുന്നവരെ കാണണം. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ട, നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ ചെറിയ ഞരക്കം പോലും, ഉള്ളിലെ ഞരക്കം പോലും, കണ്ണുനീര് പോലും, നമ്മുടെ ഇരുട്ടിനെ അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന സർവശക്തനായ ആത്മമണവാളനായ ക്രിസ്തുവിനെ നേരിട്ട് കാണണം അല്ലേ? പരനെ നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ട്, അധികം കൊതിയുണ്ട്. പരനെ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനെ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാതിൽ ഞാൻ കാത്തിടുന്നേ. ഞാൻ അറിയാത്തതിൽ ഞാൻ കാത്തിടുന്നേ. ഞാൻ പരനെ നിന്നെ കാൺമാ എനിക്കധികം കൊതിയുണ്ടേ.